നമ്മൾ ഇന്ന് നോക്കുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ദ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ആണ്. അപ്പോൾ C++ൽ നമ്മൾ യൂസ് ചെയ്യുന്ന സെമി കോളൻ എന്നുള്ളൊരു സിമ്പിളാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെയും ഡീലിമിറ്ററായിട്ട് ഉപയോഗിക്കുന്നത്. അത് ആ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞു എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് സെമി കോളനാണ്. അപ്പോൾ ഇത് കൂടാതെ നമുക്ക് പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ് C++ൽ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്, ഇൻപുട്ട്, അതുപോലെ തന്നെ ഔട്ട്പുട്ട്, കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്, അങ്ങനെ പലതരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ഉണ്ട്. ഇതിന് ഓരോന്നിനും കൃത്യമായിട്ട് ഓരോ പർപ്പസുകളുമുണ്ട്. Then all these statements except declaration statements are executable statements as they possess some operation to be done by the computer. അപ്പോൾ അതിൽ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം കൃത്യമായിട്ട് കമ്പൈലറിലേക്ക് ചില ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നതാണ്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഓപ്പറേഷൻസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കമ്പ്യൂട്ടറിലേക്കുള്ള എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഇതിൽ ഓരോന്നായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലെ ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ പറയുന്നത് ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ്. നമ്മൾ നമ്മുടെ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന എല്ലാ യൂസർ ഡിഫൈൻഡ് വേർഡ്സും കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിരിക്കണം ആ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതിന് മുമ്പ്. അപ്പോൾ നമ്മൾ സാധാരണ വേരിയബിൾസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരു മെമ്മറി ലൊക്കേഷനെ കാണിക്കാനായിട്ടാണ്, അതിൻ്റെ ഒരു ഐഡൻറ്റിഫയർ ആയിട്ടാണ്. അപ്പോൾ നമ്മളതെല്ലാം കൃത്യമായിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഡിക്ലെയർ ചെയ്തിരിക്കണം അത് യൂസ് ചെയ്യുന്നതിന് മുമ്പ്. അതായത് ആ പ്രോഗ്രാമിൽ അത് എവിടെയെങ്കിലും ഉപയോഗിക്കുന്നതിന് മുമ്പ് അത് എന്ത് ടൈപ്പാണ് അല്ലെങ്കിൽ എന്ത് ടൈപ്പ് ഡാറ്റയാണ് അതിലേക്ക് സ്റ്റോർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കമ്പൈലറിന് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സിൻടാക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡാറ്റ ടൈപ്പ്, അതിനുശേഷം ഏത് വേരിയബിളാണോ നമുക്ക് ഡിക്ലെയർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരുകൾ കൊടുക്കുക, ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ കോമ ഇട്ട് കൊടുക്കുക, ഏറ്റവും ലാസ്റ്റ് നമ്മൾ സെമി കോളൻ കൊടുക്കുക. അപ്പോൾ ഇതിലെ ഈ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ C++ലുള്ള ഏതെങ്കിലും ഒരു വാലിഡ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഇൻറ്റ്, ക്യാർ, ഫ്ലോട്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ദെൻ വേരിയബിൾ നമ്മൾ ഓരോ ഐഡൻറ്റിഫയേഴ്സാണ്. അപ്പോൾ നമുക്ക് ഒരേ ടൈപ്പുള്ള ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ കോമ ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ നോക്കിയാൽ അറിയാം. ഇപ്പോൾ ഇൻറ്റ് റോൾ നമ്പർ, ദെൻ സെമി കോളൻ. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ റോൾ നമ്പർ എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കാണ്, അതിൻ്റെ ടൈപ്പ് ഇൻറ്റ് ആണ്. അപ്പോൾ നമ്മുടെ GCC കമ്പൈലർ ഇതിന് വേണ്ടിയിട്ട് 4 bytes ഓഫ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഡബിൾ, അതിനുശേഷം നമ്മുടെ വേരിയബിളിൻ്റെ പേരാണ് WGPA, ആവറേജ് സ്കോർ. അതായത് ഡബിൾ എന്ന് പറഞ്ഞ ഡാറ്റ ടൈപ്പിൽ 2 വേരിയബിളുകളാണ് ഇവിടെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്. ഓരോ വേരിയബിളിന് വേണ്ടിയും 8 bytes ഓഫ് മെമ്മറി നമ്മളിവിടെ അലോക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് കമ്പൈലേഷൻ്റെ സമയത്താണ്. അപ്പോൾ അതാണ് ഈ ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതാണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ വെൻ ദ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ടു അസൈൻ എ വാല്യൂ ടു എ വേരിയബിൾ ഇറ്റ് ഫോംസ് ആൻ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇത് യൂസ് ചെയ്യുന്നത് വാല്യൂസൊക്കെ അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. അതിൻ്റെ പല സിൻടാക്സുകളാണ് ഇവിടെ ഈ കാണിച്ചിരിക്കുന്നത്, ഈ 3 വേരിയബിൾ ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറഞ്ഞാൽ A ഈക്വൽ ടു 15. A എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് 15 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ദെൻ നെക്സ്റ്റ് വൺ വേരിയബിൾ 1 ഈക്വൽ ടു വേരിയബിൾ 2. അതായത് ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ A ഈക്വൽ ടു B എന്ന് വേണമെങ്കിൽ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേരിയബിൾ ഈക്വൽ ടു എക്സ്പ്രഷൻ. ഇപ്പോൾ ഈ എക്സാമ്പിൾ നോക്കിയാൽ അറിയാം C ഈസ് ഈക്വൽ ടു A പ്ലസ് B. C എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഒരു എക്സ്പ്രഷൻ്റെ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇപ്പോൾ ഒരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലത്തെ എപ്പോഴും നിർബന്ധമായിട്ടും ഒരു വേരിയബിൾ ആയിരിക്കണം. ദെൻ ഡ്യൂറിങ് ദി എക്സിക്യൂഷൻ ദ എക്സ്പ്രഷൻ അറ്റ് ദ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഇവാലുവേറ്റഡ് ഫസ്റ്റ്. ദ റിസൾട്ട് ഈസ് ദെൻ അസൈൻ ടു ദ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് വേരിയബിൾ. അതുപോലെ തന്നെ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് ചെയിൻഡ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് മൾട്ടിപ്പിൾ അസൈൻമെൻറ്റ്സ് അറ്റ് എ ടൈം ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ അതിന് എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. X ഈക്വൽ ടു Y ഈക്വൽ ടു Z ഈക്വൽ ടു
13. അപ്പോൾ ഈ 3 വേരിയബിളിലേക്കും 13 എന്ന് പറഞ്ഞ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൂടാതെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് നമ്മളൊരു വേരിയബിളിലേക്ക് വാല്യൂ അസൈൻ ചെയ്യുമ്പോൾ അതിൽ ഓൾറെഡി ഒരു പഴയ വാല്യൂ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്ത് പുതിയ വാല്യൂ ആയിരിക്കും പിന്നീട് അവിടെ വരുന്നത്. ഇപ്പോൾ ഇസഡ് ഈക്വൽ ടു 13 എന്ന് ഓൾറെഡി ഒരു പഴയ വാല്യൂ ഉണ്ട്, ഞാൻ ഇസഡ് ഈക്വൽ ടു 15 എന്ന് വീണ്ടും ഒരു പുതിയ വാല്യൂ കൊടുക്കുകയാണെങ്കിൽ ആ പുതിയ വാല്യൂ ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. അടുത്തൊരു ടൈപ്പാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇപ്പോൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസറിൻ്റെ കയ്യിൽ നിന്ന് ഡാറ്റ അക്സെപ്റ്റ് ചെയ്തിട്ട് മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആ ഇൻപുട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇൻപുട്ട് എങ്ങനെ യൂസറിനെ നിന്ന് അക്സെപ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഓപ്പറേറ്റർ നമ്മൾ കണ്ടായിരുന്നു, ഗെറ്റ് ഫ്രം അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഈ ഓപ്പറേറ്റർ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇനി ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങൾ, ഇതിൻ്റെ സിൻടാക്സ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. The operands required for this operator are the input device and a location in RAM where the data is to be stored. അപ്പോൾ നമ്മൾ എവിടുന്ന് ഏത് ഇൻപുട്ട് ഡിവൈസിൽ നിന്നാണ് ഡാറ്റ എടുക്കേണ്ടത്, അതുപോലെ തന്നെ നമ്മുടെ റാമിൽ എവിടെ ഇത് സ്റ്റോർ ചെയ്യണം, ഇങ്ങനെ 2 ഓപ്പറാൻഡ്സ് ആണ് നമ്മൾ ഇൻപുട്ട് ഓപ്പറേറ്ററിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എപ്പോഴും കീബോർഡാണ് നമ്മുടെ ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കീബോർഡിൽ നിന്ന് സ്ട്രീം ഓഫ് ഡാറ്റ ആയിരിക്കും നമ്മൾ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കുന്നത്. അതായിരിക്കും നമ്മൾ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ മെമ്മറി ലൊക്കേഷൻസിനെയൊക്കെ നമ്മൾ ഓരോ വേരിയബിൾസ് വെച്ചിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ആ ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കീബോർഡിൽ നിന്നാണ് സാധാരണ യൂഷ്വലി ഇൻപുട്ട് എടുക്കുന്നത്. അപ്പോൾ അതിനെ കാണിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റാണ് സി ഇൻ. ഇതിന് നമ്മൾ വായിക്കുന്നത് ഈ CIN എന്നുള്ളത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സി ഇൻ എന്നാണ്. അപ്പോൾ ഇത് കീബോർഡിൽ നിന്നാണ് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അപ്പോൾ ഏറ്റവും ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ഫോമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ട്രീം ഒബ്ജക്റ്റ്, ദെൻ നമ്മുടെ ഇൻപുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം വേരിയബിൾ. അപ്പോൾ ഇവിടെ നമ്മൾ കീബോർഡാണ് നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് ഇൻപുട്ട് ഡിവൈസായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്ട്രീം ഒബ്ജക്റ്റ് എന്നുള്ള സിൻടാക്സിൽ നമ്മൾ സി ഇൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ഇൻപുട്ട് ഓപ്പറേറ്റർ വരും. അതിനുശേഷം ഏത് വേരിയബിളിലേക്കാണ് നമുക്കത് സ്റ്റോർ ചെയ്യേണ്ടത് ആ വേരിയബിളിൻ്റെ പേരുമാണ് നമ്മൾ കൊടുക്കാറ്. ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്, സി ഇൻ, ദെൻ നമ്മുടെ ഇൻപുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം നം. ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൽ ഈ സി ഇൻ എന്ന് പറഞ്ഞ ഈ ഒരു ഒബ്ജക്റ്റ് ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഇൻപുട്ട് എടുക്കുന്നത് കീബോർഡിൽ നിന്നാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇത് ഇൻപുട്ട് ഓപ്പറേറ്ററാണ്. അതിനുശേഷം ഈ നം എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിളിൻ്റെ പേരാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുന്ന കാര്യങ്ങൾ അത് സി എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. അവിടുന്ന് നമ്മൾ എക്സ്ട്രാക്ഷൻ ഓപ്പറേറ്റർ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ആ ഇൻപുട്ട് എടുത്തതിന് ശേഷം നമ്മുടെ നം എന്ന് പറഞ്ഞ വേരിയബിളിനായിട്ടൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും റാമിൽ. ആ പൊസിഷനിലേക്ക് ആ ഇൻപുട്ട് ചെയ്ത് കൊടുത്ത ഡാറ്റ സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഇൻപുട്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. സി എന്ന് പറയുന്നത് കീബോർഡിൽ നിന്നാണ് കാണിക്കാനായിട്ടാണ്, ആ ഒബ്ജക്റ്റാണ്. ദെൻ ഈ 2 ഗ്രേറ്റർ ദാൻ സിമ്പിൾ അത് നമ്മുടെ ഇൻപുട്ട് ഓപ്പറേറ്ററാണ്. അതിനുശേഷം നം എന്ന് പറയുന്നത് നമ്മുടെ വേരിയബിൾ നെയിമാണ്. അതായത് നമ്മുടെ റാമിൽ ഏത് ലൊക്കേഷനിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത് അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേര്, ഐഡൻറ്റിഫയർ നെയിം അല്ലെങ്കിൽ ഒരു വേരിയബിൾ നെയിമാണ് നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ കൊടുക്കുന്ന ഓരോ വാല്യൂസും ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ച് റാമിൽ ഓരോ മെമ്മറി ലൊക്കേഷനിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. ഇതാണ് ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൽ സംഭവിക്കുന്നത്. അപ്പോൾ അടുത്തതാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇൻപുട്ട് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റിസൾട്ട്സ്, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളിൽ നിന്നും കിട്ടുന്ന റിസൾട്ടുകളെ യൂസറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് വഴി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിലേക്ക് കൊടുത്തത് യൂസേഴ്സിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിനായിട്ട് നമ്മൾ ഓപ്പറേറ്റർ പഠിച്ചിരുന്നു, ഇൻസേർഷൻ ഓപ്പറേറ്റർ, അല്ലെങ്കിൽ ഈ ഒരു 2 ലെസ് ദാൻ സിമ്പിളാണ് നമ്മൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ അവിടുത്തെ ഓപ്പറാൻഡ് എന്ന് പറയുന്നതും അത് ഏത് ഔട്ട്പുട്ട് ഡിവൈസിലേക്കാണ്, അതുപോലെ തന്നെ ഏത് വേരിയബിൾ ആണ് എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അതിൻ്റെ ഒരു സിൻടാക്സ് ആണ് ഈ കാണിച്ചേക്കുന്നത്. സ്ട്രീം ഒബ്ജക്റ്റ്, ദെൻ നമ്മുടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം ഡേറ്റ.
അപ്പോൾ ഇവിടെ സ്ട്രീം ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഏത് ഔട്ട്പുട്ട് ഡിവൈസ് ആണെന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഡേറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വേരിയബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനോ എന്ത് വേണമെങ്കിലും ആയിരിക്കാം. അപ്പോൾ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നൊരു ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് നമ്മുടെ മോണിറ്ററാണ്. അപ്പോൾ ആ മോണിറ്ററിനെ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ് ഈ സി ഔട്ട് നമ്മൾ പറയുന്നത്. COUT എന്നാണ് ഇതിൻ്റെ സ്പെല്ലിങ്. നമ്മളതിനെ പ്രൊനൗൺസ് ചെയ്യുന്നത് സി ഔട്ട് എന്നാണ്. അപ്പോൾ ഈ സി ഔട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മോണിറ്റർ ആണ് എന്ന് കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഒബ്ജക്റ്റാണ്. അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ, അതിനുശേഷം ഡേറ്റ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് നമ്പർ ആയിരിക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കാം, അതുപോലെ തന്നെ ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷനും ആയിരിക്കാം. അതിൻ്റെ എക്സാമ്പിൾസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ സി ഔട്ട് നം എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. അപ്പോൾ ആ വേരിയബിളിലുള്ള വാല്യൂ എന്താണോ അതവിടെ പ്രിൻ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ സി ഔട്ട് ഡബിൾ കോട്ട്സിൽ ഹലോ ഫ്രണ്ട്സ്, ഇതെന്ന് പറയുന്നത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല, ഈ ഹലോ ഫ്രണ്ട്സ് എന്ന് തന്നെ ആയിരിക്കും അവിടെ പ്രിൻ്റ് ചെയ്ത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സി ഔട്ട് നം പ്ലസ് 12, ഇതൊരു എക്സ്പ്രഷനാണ്. അപ്പം നം എന്ന് പറഞ്ഞ വേരിയബിളിൽ ഏത് വാല്യൂ ആണോ നിലവിലുള്ളത് അതിൻ്റെ കൂടെ +12 ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടായിരിക്കും ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സി ഔട്ട് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മുടെ മോണിറ്ററിനെ കാണിക്കാനായിട്ടാണ്. അതിലേക്ക് നമ്മൾ നമ്മുടെ ഇൻസേർഷൻ ഓപ്പറേറ്റർ, അതായത് അതിലേക്കാണ് നമുക്ക് കൊടുക്കേണ്ടത്. ആ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ഇൻസേർഷൻ ഓപ്പറേറ്റർ. ദെൻ ഏത് മെമ്മറി ലൊക്കേഷനിലെ ഡേറ്റയാണ് എടുക്കേണ്ടത് ആ ഡേറ്റ നമ്മൾ മെമ്മറി ലൊക്കേഷനിൽ നിന്ന് എടുക്കുന്നു. ദെൻ ഈ ഓപ്പറേറ്റർ വഴി അത് നമ്മൾ നമ്മുടെ മോണിറ്ററിലേക്ക് ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. പിന്നെ ഇതിനകത്ത് നമ്മൾ അഡീഷണൽ ആയിട്ട് നോക്കുന്ന ഒരു കാര്യമാണ് കാസ്കേഡിങ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ്. അതായത് നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ 3 വേരിയബിൾസ് XYZ 3 വേരിയബിളിലേക്ക് നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ് തൊട്ട് അത് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. CIN_X, CIN_Y, CIN_Z, ഇങ്ങനത്തെ ഇതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് നമുക്കിത് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമുക്കിതിനെ വേണേൽ റീപ്ലേസ് ചെയ്ത് ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്നുള്ളതാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് CIN, അതുപോലെ തന്നെ ആദ്യത്തെ വേരിയബിൾ X, ആദ്യം അതിൻ്റെ ഓപ്പറേറ്റർ ഇൻപുട്ട് ഓപ്പറേറ്റർ കൊടുത്തു, അതിനുശേഷം X എന്നുള്ള ആദ്യത്തെ വേരിയബിൾ കൊടുത്തു, വീണ്ടും നമ്മൾ ആ ഓപ്പറേറ്റർ ഒന്നും കൂടി ഉപയോഗിച്ചു, അതിനുശേഷം Y എന്നുള്ള രണ്ടാമത്തെ വേരിയബിൾ കൊടുത്തു, വീണ്ടും നമ്മൾ വീണ്ടും ഓപ്പറേറ്റർ യൂസ് ചെയ്തു, അതിനുശേഷം മൂന്നാമത്തെ വേരിയബിൾ അവിടെ കൊടുത്തു, ദെൻ ലാസ്റ്റ് സെമിക്കോളൻ. അപ്പോൾ ഇത്തരത്തിൽ വേണമെങ്കിൽ ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകളെ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ഔട്ട്പുട്ടുകളെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എത്ര വേരിയബിൾസ് ഉണ്ടോ അതിനനുസരിച്ച് അത്രയും ഓപ്പറേറ്റേഴ്സ് അവിടെ യൂസ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു ഇൻപുട്ട് ഓപ്പറേഷൻ ആണെങ്കിൽ ഇവിടെ എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും തന്നെ ഇൻപുട്ട് ഓപ്പറേറ്റർ അവിടെ യൂസ് ചെയ്തിരിക്കണം. ഒരു ഇൻപുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു വേരിയബിളിലേക്കാണ് നമുക്ക് വാല്യൂ ഇൻപുട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇതുപോലെ തന്നെയാണ് ഔട്ട്പുട്ടിൻ്റെ കേസിലും. അപ്പോൾ ഒരു ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമുക്ക് ഒരു വാല്യൂ ആണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ടോ അതിനനുസരിച്ച് അത്രയും ഔട്ട്പുട്ട് ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എക്സിൻ്റെ YZ, അപ്പോൾ ഓരോ വാല്യൂവും നമ്മൾ ഇൻപുട്ട് ചെയ്തതിന് ശേഷം എൻ്റർ അല്ലെങ്കിൽ സ്പേസ് അടിക്കുമ്പോൾ ആ കൊടുക്കുന്ന ഓർഡറിൽ തന്നെ ഡേറ്റ ഇതിലേക്ക് സ്റ്റോർ ആകും. ഞാനിപ്പോൾ ആദ്യം 10 കൊടുക്കുകയാണെങ്കിൽ 10 Xലേക്ക് പോകും, അതിനുശേഷം കൊടുക്കുന്ന വാല്യൂ Yലേക്ക് പോകും, അതിനുശേഷം കൊടുക്കുന്ന വാല്യൂ Zലേക്ക് പോകും. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഔട്ട്പുട്ടും ചെയ്യാൻ സാധിക്കും, കാസ്കേഡിങ്. ഇപ്പോൾ സി ഔട്ട്, അതിനുശേഷം നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഓപ്പറേറ്റർ ഫസ്റ്റ് വേരിയബിൾ, വീണ്ടും ഓപ്പറേറ്റർ സെക്കൻഡ് വേരിയബിൾ, വീണ്ടും മൂന്നാമത്തെ ഓപ്പറേറ്റർ, അതിനുശേഷം മൂന്നാമത്തെ വേരിയബിൾ. അപ്പോൾ ഇത്തരത്തിൽ വരുമ്പോൾ 3 വേരിയബിളിൻ്റെയും വാല്യൂ അവിടെ പ്രിൻ്റ് ചെയ്ത് കിട്ടും. ഇത് വേണമെങ്കിൽ നമുക്ക് സ്ട്രിങ് കോൺസ്റ്റൻറ്റിൻ്റെ കൂടെയും വേണമെങ്കിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ഒരു സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്, ഇത് നമ്പർ ഈസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സ്ട്രിങ് കോൺസ്റ്റൻ്റ് ആണ്. അതിനുശേഷം ഞാനൊരു വേരിയബിൾ അവിടെ അഡീഷണൽ ആയിട്ട് കൊടുത്തു. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ നമുക്ക് ഇൻപുട്ടും ഔട്ട്പുട്ടും കൂടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ മുഴുവനായിട്ട് ഔട്ട്പുട്ട് അല്ലെങ്കിൽ മുഴുവനായിട്ട് ഇൻപുട്ട്, ഇത് ഏതെങ്കിലും ഒരെണ്ണമാണ് യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു 5ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് ഉള്ളത്.